രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 172ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം കിട്ടും. പിന്നെ എൻ്റെ കാല് സുഖമായി കഴിഞ്ഞാൽ ഉടനെ ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ഉണ്ട്. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച സൗന്ദര്യലഹരിയാണ്. പക്ഷേ ഈ കാല് വയ്യാത്തത് കൊണ്ട് എല്ലാം കൂടെ എനിക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അതേ കണക്ക് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, അത് നമ്മൾ എന്നാ പറയേണ്ടത്, സ്പോക്കൺ ഇംഗ്ലീഷ് എൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കേൾക്കാം. അതല്ല, ചിലർ എന്നോട് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, അവർക്ക് വരാം. ഞാൻ കൊല്ലത്താണ്. അപ്പം ദൂരെ ഉള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പിന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു വരുമെന്നാണ്. ആദ്യം ഒരു 20 ബേസ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിന് വളരെ പിന്നോക്കം നിൽക്കുന്നവർക്കും ഇംഗ്ലീഷിൽ വലിയ പിടിയില്ലാത്തവരും ഈ 20 ക്ലാസ് കഴിയുന്നതോടുകൂടി ഇംഗ്ലീഷിൻ്റെ എന്താ പറയേണ്ടത്, പണ്ഡിതന്മാരായി മാറും. പിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്നവരെല്ലാം ഒരേ ലെവലായി മാറും. എന്നിട്ടാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ ജ്യോതിഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 9645333999 എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്. ഒരു ഹിന്ദു അത് കേൾക്കാതെ പോകരുതേ. ഭഗവത്ഗീതയ്ക്ക് തുല്യവും ഒരുപക്ഷെ ഭഗവത്ഗീതയേക്കാൾ 1 ഇഞ്ച് മുകളിലുമായിട്ട് കൃഷ്ണൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുസ്തകമാണ് അഷ്ടാവക്ര ഗീത. നിങ്ങളത് കേൾക്കണം. പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കുക. നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്, കേൾക്കുക. അതുകൂടാതെ രാധികാ കവചം 2 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അതേ കണക്ക് തന്നെ രാധാ മാനസതന്ത്രം നമ്മുടെ അൽബ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ കൃഷ്ണന്റെ പുനരവതാരമാണ് ശ്രീബുദ്ധൻ. ആ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി ഇട്ടിട്ടുണ്ട്. ശ്രീബുദ്ധ എന്ന് പ്ലേലിസ്റ്റിൽ കിട്ടും. ഓരോ കൃഷ്ണഭക്തരും അത് കേട്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് കൃഷ്ണ അവതാരത്തിൽ കൃഷ്ണന് പറയാൻ പറ്റാതെ പോയ കാര്യങ്ങളാണ് ബുദ്ധന്റെ അവതാരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളത് നിശ്ചയമായിട്ടും നിങ്ങൾ കേൾക്കുമല്ലോ. അതേ കണക്ക് തന്നെ പിന്നെ ഇതിനകത്ത് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഭക്തമീരയുടേതുണ്ട്. പിന്നെ എന്നും രാവിലെ 5:30 നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മോർണിംഗ് മെസ്സേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എന്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ പിന്നെ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളത് കാണാതിരിക്കരുത്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം 172ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. എന്നോട് എൻ്റെ പ്രേക്ഷകരെന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. സാറേ, രാധയുടെ പ്രണയം ഒരിക്കലും അവസാനിപ്പിക്കരുതേ, രാധയുടെ പ്രണയം ഒരിക്കലും അവസാനിപ്പിക്കരുതേ സാറേ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ രാധയുടെ പ്രണയം അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഇവരിത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. കാരണം അതെങ്ങനെ അവസാനിപ്പിക്കാതിരിക്കും? അത് അവസാനിപ്പിക്കണ്ടേ? നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ തീരുമ്പോൾ അവസാനിപ്പിച്ചല്ലേ പറ്റൂ. പക്ഷേ രാധയുടെ പ്രണയം ഒരിക്കലും അവസാനിപ്പിക്കരുതെന്നും എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും അത് അവതരിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹവുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലൊക്കെ വയ്യാതിരിക്കുന്ന സമയമൊക്കെ ആ സമയത്ത് ഞാൻ ശരിക്കും എന്താണ് നന്നായിട്ടൊന്ന് ധ്യാനിച്ചു. അപ്പോൾ രാധാറാണി അമ്മയെ ഇതെനിക്ക് ഇനിയും കൊണ്ടുപോയി ഒരുപാട് കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ അവസാന കാലം വരെയും അമ്മയുടെ കഥകൾ പറയണം. പക്ഷേ എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ തീരുമ്പോൾ എനിക്ക് നിർത്തണ്ടേ? എനിക്ക് അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ തരണേ അമ്മ എന്ന് ഞാൻ ഇങ്ങനെ ധ്യാനത്തിൽ അമ്മയോട് ആവശ്യപ്പെട്ടു. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാത്ഭുതം എന്ന് വേണം പറയാൻ. എന്താണ് ഇത് നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്നെ ഒരു ഫോറിനർ വിളിക്കുകയാണ്. ഒരു ഫോറിനർ. പുള്ളി ഇതിനകത്തൊക്കെ റിസർച്ച് നടത്തുന്ന ആളാണ് രാധാമ്മയെ കുറിച്ച്. അതങ്ങനെയാണല്ലോ, നമ്മുടെ ഇന്ത്യക്കാർക്കാണല്ലോ ഇതിലൊന്നും മതിപ്പില്ലാത്തത്. പുള്ളിയുടെ നെയ്ബറായിട്ടെങ്ങാണ്ട് നമ്മുടെ അതോ പുള്ളി ചെയ്യുന്ന ഓഫീസിലോ നമ്മുടെ മലയാളി കുടുംബമുണ്ട്. അവർ ഈ രാധ റിസർച്ച് നടത്തുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ഒരു സാറുണ്ട്, ഇതേ കണക്കാണ് രാധേ രാധേ ചാനൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ യൂട്യൂബിൽ നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോ അങ്ങനെ എങ്ങാണ്ട് കിട്ടും. അങ്ങനെ പുള്ളി എൻ്റെ വീഡിയോ ഇംഗ്ലീഷിൽ കേൾക്കാൻ തുടങ്ങി. അപ്പം പുള്ളി എനിക്ക് ഇങ്ങോട്ട് താങ്ക്സ് പറഞ്ഞു. കാരണം പുള്ളിക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ എന്ത് ചെയ്തു, സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഡിസ്കഷൻ തന്നെ അങ്ങ് നടന്നു. അപ്പോൾ ആ ഡിസ്കഷനകത്ത് പുള്ളി ഇത് റിസർച്ച് ചെയ്യുകയാണ്, PhDക്ക് വേണ്ടി റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, സാറേ രാധാറാണിയുടെ ജീവിതം നമുക്ക് രണ്ടായി പകുക്കാം. ഒന്ന്, അയനെ മുൻനിർത്തിയുള്ള ഒരു ജീവിതകഥ. രണ്ട്, അയനില്ലാതെ പോകുന്ന ഒരു ജീവിതകഥ. അപ്പൊ സാറ് ഇത് രണ്ടും അവതരിപ്പിക്കണം. ഞാൻ പറഞ്ഞ അത് അവതരിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, താങ്കൾ ഇതിനകത്ത് റിസർച്ച് നടത്തുന്നതാണല്ലോ, അപ്പം താങ്കളുടെ ഒപ്പീനിയൻ എന്താണ്? അപ്പോൾ പറഞ്ഞു, ഒരിക്കലും അയൻ എന്ന വ്യക്തി
രാധാമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല. അയനെ രാധാമ്മ സ്വീകരിച്ചിട്ടില്ല. പിന്നെ പുള്ളി പറഞ്ഞ ഇതാണ്, കാരണം കുട്ടിക്കാലത്തൊക്കെ എന്താണ് പണ്ടൊക്കെ 5-ാം വയസ്സിലും 3-ാം വയസ്സിലും പറഞ്ഞു വെക്കും ഒരു കല്യാണം, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഈ 2 വേർഷൻസ് ഉണ്ട്. അങ്ങനെ പുള്ളി എനിക്ക് കുറച്ച് പുതിയ ബുക്കുകളുടെ ലിസ്റ്റ് തരികയും ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് രാധാമ്മ ഇഷ്ടം പോലെ സമയം തരികയില്ലേ. കാല് വയ്യാത്തോണ്ട് ഞാൻ പുറത്തു പോകുന്നില്ലല്ലോ, അപ്പൊ കാലും പൊക്കി വെച്ചിട്ട് സമയം കളയണ്ടേ, വായിക്കാനൊരു അവസരം കിട്ടി. സത്യം പറഞ്ഞാൽ എൻ്റെ രാധാറാണി അമ്മയോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എങ്ങനെ ഇഷ്ടം പോലെ വിവരങ്ങളാണ് എനിക്ക് കിട്ടിയത്, ഇഷ്ടം പോലെ വിവരങ്ങൾ. അപ്പം ഒരു ഫോറിനർ എന്നെ വിളിക്കുക, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നും സാക്ഷാൽ രാധാറാണി തന്നെയാണോ ഈ ഫോറിനറായിട്ട് എന്നെ വിളിച്ചത്. ഒരു നെറ്റ് കോളായിരുന്നു. എനിക്ക് രാധാറാണി അതെ ഒരു ഫോറിനർ തന്നെയാണ് എന്നെ വിളിച്ചത്. അത് ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇനി സാക്ഷാൽ രാധാറാണി തന്നെയാണോ എന്നെ വിളിച്ചിട്ട് ഇന്ന കണക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു തരുന്നത് എന്ന് വരെ ഞാൻ അറിയാതെ ചിന്തിച്ചു പോയി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ രാധയുടെ പ്രണയം വീണ്ടും ഒന്നേന്ന് ആരംഭിക്കുകയാണ്. കിട്ടിയ പുതിയ വിവരങ്ങളും അയനെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ എപ്പിസോഡ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡുണ്ട്, അത് അയനില്ലാത്ത, അയൻ രാധാജിയെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന വേർഷനിലുള്ള എപ്പിസോഡ്. അടുത്തത് അയനെ ചേർത്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ ആരംഭിക്കുന്നത്. അപ്പൊ ഞാൻ രാധയുടെ പ്രണയം ഒന്നേന്ന് ആരംഭിക്കാൻ പോവുകയാണ്, ഒരു പുതിയ വേർഷൻ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ വേർഷൻ. എനിക്ക് ഈ കാല് വയ്യാത്ത ഈ സമയം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാധാറാണിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എനിക്ക് എൻ്റെ കാല് രാധാറാണി വയ്യാതാക്കിയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും രാധാറാണി എന്ത് ചെയ്യത്തില്ല ഈ ഒരു സമയം. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അടങ്ങി ഒരിടത്ത് കിടക്കുന്ന ഒരാളല്ല, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഒരു വഴിയുമില്ല. ആ സമയത്ത് അമ്മയുടെ പുസ്തകങ്ങളും വന്ന് ചേരുകയാണ്. അപ്പൊ അത് വായിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് രാധയുടെ പ്രണയം ഒന്നേന്ന് തുടങ്ങും. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് 2 രാധയുടെ പ്രണയം കിട്ടാൻ പോവുകയാണ്. ഒന്ന് അയനെ മുൻനിർത്തിയുള്ള രാധയുടെ പ്രണയം അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തിയിരിക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞിട്ട് ഭീമസേനൻ ഇല്ലേ, അവിടെ നിന്ന് അതൊക്കെ വലിച്ചു വീഴുതു വന്ന് രക്ഷപ്പെട്ടു, അതും കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ കാല് സുഖമാകുന്നത് വരെ 1-2 വട്ടത്തേക്ക് എനിക്ക് അധികം വയ്യാത്തത് കൊണ്ട് ഈ പുതിയ എപ്പിസോഡ് പോവുകയാണ്. കാലൊന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് കടക്കും. അപ്പൊ പ്രിയപ്പെട്ട രാധേ പ്രേക്ഷകരെ, നിങ്ങളോട് ഞാൻ സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ്. രാധയുടെ പ്രണയം ഇതാ ഒന്നേന്ന് ആരംഭിക്കുകയാണ് നമ്മള്. ഇനിയും നീണ്ടുപോകും ഇത്. നിങ്ങൾ ആരും പേടിക്കണ്ട. രാധയുടെ പ്രണയം അവസാനിക്കാൻ രാധാറാണി അമ്മ സമ്മതിക്കത്തില്ല. എന്റെ അവസാന ശ്വാസം വരെയും ഇത് പറയാനുള്ള കാര്യം എന്റെ അമ്മ പറയും. അങ്ങനെ പുതിയ രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. അതായത് രാധാറാണിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ആയ വന്നു. ഈ ആയയുടെ പേരും വിശാഖ എന്നാണ്. നമ്മുടെ രാധാജിയുടെ സഖി വിശാഖയല്ല. ഈ ആയയെ വിളിക്കുന്ന പേര് ഡായിമ എന്നാണ് വിളിക്കുന്നത്. ഡായിമ. ഈ ആയയെ അങ്ങനെയാണ് രാധാറാണി വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡായിമ എന്ന് പറഞ്ഞാൽ ഈ ആയ എന്നാണ് അർത്ഥം. നമ്മുടെ ഇതിൽ കുട്ടികളെ നോക്കാൻ വരുന്നത്. ഈ ഡായിമയുടെ തോളത്താണ് എപ്പോഴും രാധാറാണി. അങ്ങനെ കുഞ്ഞ് രാധാറാണി ഡായിമയുടെ തോളത്തങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ തൻ്റെ തോളത്ത് കിടക്കുന്ന കുഞ്ഞ് രാധാറാണിയോട് ഡായിമ പറയുകയാണ്, ഓർമ്മിക്കുക, ഈ ഡായിമയ്ക്ക് ഞാൻ പറയുന്ന പുതിയ രാധയുടെ പ്രണയത്തിൽ അത്യധികമായ പ്രാധാന്യമാണുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോളണം. അപ്പോ ഡായിമയുടെ തോളത്തപ്പം ഒരിക്കൽ കൂടി എനിക്ക് എന്താ പറയേണ്ടത്, എനിക്ക് എൻ്റെ രോമങ്ങൾ എഴുന്ന് നിൽക്കുകയാണ്. കാരണം പുതിയ വിവരങ്ങളാണ്, പുതിയ വിവരങ്ങൾ. അപ്പൊ രാധാറാണി ഇങ്ങനെ കൊണ്ട് തരികയാണ്. രാധാറാണിക്ക് കോടി നമസ്കാരം. എൻ്റെ പ്രേക്ഷകരും അത് പറയുക. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്
രാധാറാണിയുടെ കഥകളുടെ ലോകം ഇതാ തുറന്നു വരികയാണ്. അപ്പൊ ഡായ്മയുടെ തോളത്തങ്ങനെ കിടക്കാണ്. അപ്പൊ രാധാറാണി കുഞ്ഞി രാധാറാണിയാണ്. അപ്പൊ ഡായ്മ പറഞ്ഞു, ഡായ്മയുടെ രാധാറാണി, ഡായ്മയുടെ രാധക്കുട്ടി, ഡായ്മയുടെ രാധക്കുട്ടിക്ക് അറിയാമോ, ഭദ്രമാസ മാസത്തില് ശുക്ലപക്ഷത്തില് 8ാമത്തെ ദിവസമാണ് എൻ്റെ രാധാറാണി ജനിച്ചത്. അപ്പൊ രാധാറാണി ഡായ്മയുടെ മുഖത്തോക്ക് നോക്കി. അപ്പൊ ചോദിച്ചു, അതെന്താണ് ഈ ശുക്ലപക്ഷം? അപ്പൊ പറഞ്ഞു, അതേ എൻ്റെ മോള് കുറച്ചും കൂടെ വളർന്ന് വലുതാകുമ്പം ഡായ്മ പറഞ്ഞു തരുമല്ലോ, എൻ്റെ രാധക്കുട്ടിക്ക് ഡായ്മ പറഞ്ഞു തരുമല്ലോ. എൻ്റെ രാധാറാണി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അപ്പൊ രാധാറാണി ചോദിച്ചു, എന്താ ഡായ്മ? അപ്പൊ പറഞ്ഞു, നോക്കൂ എൻ്റെ പൊന്ന് രാധക്കുട്ടി, നീ ഒരു സാധാരണ കുട്ടിയല്ല. അപ്പൊ രാധാറാണി കുടുങ്ങി ചിരിച്ചു. ഓ ഡായ്മ, ഞാൻ പിന്നെ ആരാണ്? അപ്പൊ പറഞ്ഞു, അതേ നോക്കൂ, നീ ഒരു സാധാരണ കുട്ടിയല്ല, നീയേ ദിവ്യ ലോകത്തു നിന്ന് വന്ന ഒരു കുട്ടിയാണ്, ദൈവ നിയോഗം നടപ്പിലാക്കാൻ വന്നൊരു കുട്ടിയാണ്. അപ്പൊ ഡായ്മയുടെ കവിളിൽ പിടിച്ചിട്ട് രാധാറാണി ചിണങ്ങി. പോടായ്മ, പോടായ്മ, ഡായ്മ ചുമ്മാ പറയും എന്നെ പറ്റിക്കാനായിട്ട്. അപ്പൊ ഡായ്മ പറഞ്ഞു, അങ്ങനല്ല മോളെ, നിനക്ക് ജനിച്ചപ്പോ തന്നെ നിന്റെ കാലില് ശംഖിന്റെ അടയാളം, പിന്നെയോ താമരയുടെ അടയാളം. ഇത് സാധാരണ മനുഷ്യർക്ക് വരത്തില്ല, ദേവലോകത്തുള്ളവർക്കാണിത് വരുന്നത്. അപ്പോ നീ ദേവലോകത്ത് നിന്ന് എന്താണ് ഇങ്ങോട്ട് വന്നതാണ് മോളെ. അപ്പൊ രാധാറാണി ശാഠ്യം പിടിച്ചു, എനിക്ക് കാണിച്ചതാ ഡായ്മ, എനിക്ക് കാണിച്ചതാ, എന്റെ കാല് കാണിച്ചതാ. അപ്പൊ ഡായ്മ പതുക്കെ മടിയിലിരുത്തി രാധാറാണിയുടെ കാല് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ദേ നോക്കേ, ഡായ്മയുടെ രാധക്കുട്ടി നോക്കേ, ഡായ്മയുടെ കള്ളക്കുട്ടി നോക്കേ, ദേ നോക്കേ, ഇതാണ് ശംഖ്, ഇത് കണ്ടോ താമര. അപ്പൊ രാധാറാണി പറഞ്ഞു, അയ്യോ ശരിയാണല്ലോ ഡായ്മ, ഇതിനകത്ത് താമരയുടെ അടയാളം, ഇതിനകത്ത് ശംഖിന്റെ അടയാളമുണ്ടല്ലോ. അതല്ലേ ഡായ്മ പറഞ്ഞത്. നോക്കൂ, ഡായ്മയുടെ കൻവി, അതെ ഈ ഡായ്മ രാധാറാണിയെ വിളിക്കുന്ന പേരാണ് കൻവി. അത് നമ്മൾ കൻഹി എന്നും പറയാറുണ്ട്. എൻ്റെ കൻവി, നീ ബർസാനയുടെ രാജകുമാരിയാകാൻ വന്നതാ, നീ ആയിരിക്കും ഇനി ബർസാനയുടെ രാജകുമാരി. ഒരു ദൈവ നിയോഗം പോലെ എൻ്റെ മോളി ഭൂമിയിലേക്ക് വന്നു. ഇവിടെ വലിയ വലിയ ജ്യോതിഷ പണ്ഡിതന്മാര് വന്ന് പറയുന്നത് കേട്ടു, മോൾ ഏതോ ദിവ്യലോകത്തെയാണെന്നും എന്തൊക്കെയോ ദൈവീക നിയോഗം നടത്താനായിട്ടാണെന്നും. പക്ഷേ രാധാറാണി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ കൻഹി എന്ന പേര് കേൾക്കുമ്പോൾ രാധാറാണി ഒന്ന് പുളയും, രാധാറാണി മറ്റൊരു ലോകത്തേക്ക് പോകും. രാധാറാണിയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് 2 കൈകൾ ഇങ്ങനെ പൊങ്ങി വരും, 2 കൈകൾ ഇങ്ങനെ പൊങ്ങി വരും. ആ കൈകൾ ഒരു കറുമ്പൻ ചെറുക്കൻ്റെതാണ്. പക്ഷെ അവന്റെ മുഖം മാത്രം കാണാൻ പറ്റുന്നില്ല. ആ ചെറുക്കന്റെ കൈകളിൽ എന്ത് സുരക്ഷിതയായിട്ടാണ് ഞാൻ രാധാജി ഇരിക്കുന്നത്. ആ കറുമ്പൻ ചെറുക്കൻ രാധാറാണിയെ തൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഭയങ്കര ആനന്ദമാണ് രാധാറാണിക്ക് ഉണ്ടാകുന്നത്. എന്ന് മാത്രവുമല്ല, ആ കറുമ്പൻ ചെറുക്കന്റെ ചുറ്റും എന്തൊരു പ്രകാശമാണ്. ചില സമയത്ത് ആ പ്രകാശം താങ്ങാൻ കഴിയില്ല. രാധാറാണി കണ്ണുകൾ രണ്ടും ഇങ്ങനെ കൈകൊണ്ട് അടച്ചു കളയും. അത്രയ്ക്ക് ഭയങ്കര പ്രകാശമാണ്. അപ്പോൾ താൻ എവിടെ പോയാലും ഈ കറുത്ത ചെറുക്കൻ കൂടെയുണ്ട്. പക്ഷേ അവന്റെ മുഖം വ്യക്തമല്ല. അവന്റെ മുഖം മാത്രം രാധാറാണി അവൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ
ആ ഡായ്മ ചോദിച്ചു, അല്ല ഡായ്മയുടെ രാധക്കുട്ടി ഇതൊന്നും കേൾക്കുന്നില്ലേ? രാധക്കുട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ആർക്കാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അപ്പോ രാധാറാണി വീണ്ടും ഇങ്ങനെ വർത്തമാന ലോകത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും ഡായ്മയുടെ പിന്നെ രാധാറാണിയുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം, ആരാണ് ഈ കറുമ്പൻ? ആരാണ് ഈ കറുത്ത ചെറുക്കൻ? എന്താണ് തനിക്ക് അവനോട് ഇത്രയും വലിയ ആകർഷണം തോന്നുന്നത്? ഇവൻ എന്തേ മുഖം കാണിക്കാത്തത്? അവന്റെ മുഖം മാത്രം ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോ ഡായ്മ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഞാൻ രാധക്കുട്ടിയുടെ അടുത്ത് ഇനി ഒന്നും പറയുന്നില്ല. അപ്പൊ രാധാറാണി ചിണങ്ങി, എന്റെ ഡായ്മല്ലേ, എന്റെ ഡായ്മല്ലേ, പറയായ്മ എന്റെ ജനനകഥ എനിക്ക് ഒന്ന് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു, നോക്കൂ ഡായ്മയുടെ രാധക്കുട്ടിയുടെ അച്ഛനില്ലേ വൃഷഭാനു, ആ വൃഷഭാനുവേ ഒരിക്കൽ യമുനയില് കുളിക്കാനായിട്ട് പോയി. അങ്ങനെ കുളിക്കാൻ ചെന്നപ്പോ യമുനയുടെ നടുക്ക് 1000 ഇതളുള്ള ഒരു സ്വർണ്ണ താമര അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, സ്വർണ്ണ താമരയോ? പൂക്കൾ എങ്ങനെ സ്വർണമാകും? അപ്പൊ പറഞ്ഞു, അതല്ലേ ഈ പൂവ് സ്വർണം കൊണ്ടുള്ള പൂവാണ്, സ്വർണം കൊണ്ടുള്ള താമര. ബാക്കിയൊക്കെ അതിന്റെ ഇതളുകൾ സാധാരണമാണ് അവിടെ ഉള്ളത്, ഈ ഒരു താമര മാത്രം സ്വർണം. അപ്പൊ രാധാറാണി ചോദിച്ചു, എന്നിട്ട്? അപ്പൊ പറഞ്ഞു, എന്റെ രാധക്കുട്ടിയുടെ അച്ഛനൊരു കൗതുകം തോന്നിയിട്ടേ ആ 1000 ഇതളുള്ള താമരയുടെ അടുക്കലേക്ക് ചെന്നു. അതിന്റെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ ഡായ്മ നിർത്തി. അപ്പൊ രാധാറാണി ചിണങ്ങി, പറഡായ്മ പറഡായ്മ. ഡായ്മ പറഞ്ഞു, പറയത്തില്ലല്ലോ, ഞാൻ പറയത്തില്ലല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്നാ ഞാൻ കരയും, എന്നാ ഞാൻ കരയും. അതിന്റെ അടുത്ത അച്ഛൻ ചെന്നപ്പോ എന്താ കണ്ട് ഡായ്മ? ഡായ്മ പറഞ്ഞു, നോക്കേ അതിനകത്തെ ഒരു സുന്ദരിയായ കുട്ടി അങ്ങനെ ചുരുണ്ട് കിടക്കുന്നു. ഊതിക്കാച്ചിയ സ്വർണത്തിന്റെ നിറം, എന്തൊരു സൗന്ദര്യമാണ്. മാൻപേടയുടെ കണ്ണുകള് 1000 പൂർണ്ണ ചന്ദ്രന്മാരെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖം. അപ്പൊ രാധാജി ചോദിച്ചു, ആരാ ഡായ്മ കുട്ടി? ആരാ ഡായ്മ കുട്ടി? അപ്പൊ ഡായ്മ പറഞ്ഞു, ആരാ കുട്ടി? ആരാ കുട്ടി? അപ്പൊ രാധാറാണി പറഞ്ഞു, പോ, ഞാൻ ഡായ്മയായിട്ട് കൂട്ടില്ല, പിണക്കവാ. അപ്പൊ പറഞ്ഞു, എന്നോട് പിണങ്ങല്ലേ? ആ ഡായ്മ പറയുമല്ലോ, ഡായ്മയുടെ മുത്തിനോട് പറയുമല്ലോ. ആ കുട്ടി ആരാന്നറിയാമോ? ആ കുട്ടിയാ എന്റെ തോളത്ത് കിടക്കുന്ന എന്റെ കൻഹി, ഡായ്മയുടെ കൻഹി, ഡായ്മയുടെ രാധക്കുട്ടി. കൻഹി എന്ന വിളി കേട്ടതും ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് വരികയാണ് ആ കറുമ്പൻ. ആ കറുമ്പൻ ഇങ്ങനെ വരികയാണ്. അവൻ രാധാറാണിയെ തന്റെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നു. എന്തൊരു സുരക്ഷിതത്വം, എന്തൊരു ആഹ്ലാദം, എന്തൊരാഹ്ലാദം. അവന് ചുറ്റും എന്തൊരു പ്രകാശം. അപ്പൊ രാധാറാണി പറഞ്ഞു, നീ എന്തേ മുഖം കാണിക്കാത്തത്? അപ്പൊ ഡായ്മ ചോദിച്ചു, ആരുടെ മുഖം? എന്തിന്റെ മുഖം? പെട്ടെന്ന് രാധാറാണി വർത്തമാനകാലത്തിലേക്ക് വന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇല്ല ഡായ്മ, എന്റെ ഡായ്മ പറ. എന്നിട്ട് അപ്പൊ ഡായ്മ പറഞ്ഞു, വൃഷഭാനുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി എത്ര പ്രാർത്ഥിച്ചതാണ്. അപ്പൊ രാധക്കുട്ടിയുടെ അച്ഛനെ രാധക്കുട്ടിയെ വാരിയെടുത്തിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് കീർത്തിമാതാവിന്റെ അടുത്ത് പറഞ്ഞു, വേഗം വന്നേ, വേഗം വന്നേ. അപ്പൊ ഓടി വന്നപ്പോ പറഞ്ഞു, നോക്കൂ, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം, നമ്മുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. നമുക്കിതാ ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ നിന്റെ അമ്മ നിന്നെ വാരി എന്നെടുത്തു. അപ്പൊ രാധാറാണി ചോദിച്ചു, എന്നിട്ട് എന്താണ്? നിനക്ക് ഇഷ്ടം പോലെ ഉമ്മ തന്നു. അപ്പൊ രാധാറാണി പറഞ്ഞ്, ബാക്കി ഇനിയും പറ,
ഇനിയും പറ, എനിക്ക് കേൾക്കണുണ്ടായ്മ, എനിക്ക് കേൾക്കണുണ്ടായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, നോക്കൂ, ഇനി പറയണമെങ്കിൽ ഡായ്മയ്ക്ക് ഉമ്മ തരണമല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു, തരൂല്ലോ, എന്റെ ഡായ്മയ്ക്ക് ഉമ്മ തരുമല്ലോ. രാധാറാണി ഡായ്മയുടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് രാധാറാണി ഡായ്മയുടെ കവിളില് ഉമ്മ കൊടുത്തു. എന്റെ ഡായ്മയ്ക്ക് ഉമ്മ. അപ്പൊ പറഞ്ഞു, പോരാ, എനിക്ക് നെറ്റിയിൽ ഉമ്മ വേണം. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്റെ ഡായ്മയുടെ നെറ്റിയില് ഉമ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, എന്റെ ചക്കരക്കുട്ടി, എന്റെ രാധക്കുട്ടി, ഡായ്മ പറയട്ടെ, നീയേ ഒരു സാധാരണ കുട്ടിയല്ല. നിനക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉണ്ടല്ലോ, സാധാരണ 4 വയസ്സുകാർക്ക് പറ്റാത്ത കാര്യങ്ങൾ നീ ചെയ്തു. 14 വയസ്സുകാർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നീ ചെയ്തു. അപ്പൊ രാധാറാണി ചോദിച്ചു, അതെന്താ ഡായ്മ? അപ്പൊ പറഞ്ഞു, അതെന്താണെന്ന് അറിയാമോ? നീ അതിമനോഹരമായി നൃത്തം ചെയ്തു, അതിമനോഹരമായി പാട്ടുപാടി, അതിമനോഹരമായി ചിത്രം വരച്ചു. അങ്ങനെ എന്തിനു പറയുന്നു, 64 കലകളും നീ സ്വന്തമാക്കി. സാധാരണ എൻ്റെ കുട്ടി 64 കലകൾ സ്വന്തമാക്കുന്നത് ആൾക്കാര് 25ഉം 30ഉം വയസ്സുള്ളപ്പോഴാ. നീ 4 വയസ്സുള്ളപ്പോൾ 64 കലകളും സ്വന്തമാക്കി. അപ്പൊ രാധാറാണി പറഞ്ഞു, അപ്പൊ എനിക്ക് 64 കലകൾ അറിയാമോ? അപ്പൊ പറഞ്ഞു, അതെല്ലോ, ഡായ്മയുടെ സുന്ദരി കുട്ടിക്ക് 64 കലകൾ അറിയാമല്ലോ. രാധാറാണി കുലുങ്ങി ചിരിച്ചു, സന്തോഷം കൊണ്ട് കുലുങ്ങി ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, നോക്കൂ എന്റെ രാധക്കുട്ടി, ഈ സമയത്തൊരു അത്ഭുതമുണ്ട്, നിനക്കറിയാമോ? നീ എഴഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ തന്നെ നിന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വാർത്ത, നീ എന്തൊരു സുന്ദരിയാണ്, നിന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വാർത്ത ബർസാനയ്ക്ക് അപ്പുറമുള്ള ലോകങ്ങളിലേക്ക് പരക്കാൻ തുടങ്ങി. സുന്ദരി കുട്ടിക്ക് ഒരു കാര്യം അറിയാമോ? നീ എഴഞ്ഞു നടക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ നിനക്ക് കല്യാണാലോചന വന്നു. അപ്പൊ രാധാറാണിയുടെ മുഖം ഒന്ന് ചുവന്നു കൊടുത്തു. അപ്പോഴായോ പറഞ്ഞു, കല്യാണം എന്ന് കേട്ടപ്പോൾ എന്റെ കൻഹിയുടെ മുഖം ചുവന്നു കൊടുത്തല്ലോ. എന്റെ രാധാറാണിക്ക്, എന്റെ ബർസാനയിലെ രാജകുമാരിക്ക് നാണം വന്നല്ലോ, നാണം വന്നല്ലോ. അപ്പൊ രാധാറാണി പറഞ്ഞു, പോടായ്മ, എന്നാ ഡായ്മ? അപ്പൊ ഡായ്മ പറഞ്ഞു, മോളെ, നിനക്ക് കല്യാണാലോചന വന്നു. ഇനി ഡായ്മ മറ്റൊരു കാര്യം പറയട്ടെ, നിനക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോഴേ വൃന്ദാവനത്തിൽ നിന്ന് റാണി യശോദാമ്മ വന്നു. യശോദാമ്മയോ? അതേ, വൃന്ദാവനത്തിൽ നിന്ന് യശോദാമ്മ വന്നു. യശോദാമ്മ വന്നപ്പോ നിന്റെ അമ്മ സ്വീകരിച്ചിരുത്തി. അപ്പൊ നിനക്ക് 6 വയസ്സേ ഉള്ളൂ രാധേ. അപ്പൊ ചോദിച്ചു, എന്തിനാ ഡായ്മ, യശോദാമ്മ എന്തിനാ വന്നത് ഡായ്മ? അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. യശോദാമ്മ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു കല്യാണാലോചനയുമായിട്ടാ വന്നത്. അപ്പൊ രാധാറാണി പറഞ്ഞു, ആർക്ക്? അപ്പൊ ഡായ്മ പറഞ്ഞു, ആർക്കായിരിക്കും? എന്റെ കൻഹിക്കല്ലേ, എന്റെ കൻഹിക്കല്ലേ കല്യാണാലോചന കൊണ്ടുവന്നത്. അപ്പൊ രാധാറാണി ചിരിച്ചു. അപ്പൊ പറഞ്ഞു, ഈ യശോദയില്ലേ, യശോദയുടെ ഭർത്താവാണ് നന്ദഗോപന്. ഈ യശോദയ്ക്ക് ഒരു സഹോദരനുണ്ട്, അവന്റെ പേര് അയൻ ഗോപൻ എന്നാണ്. ഈ അയൻ ഗോപനും നീയും തമ്മിലുള്ള വിവാഹം നടത്തണം. ആ വിവാഹം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ യശോദാമ്മ വന്നത്. അപ്പോൾ പറഞ്ഞു, രാധാറാണി ചോദിച്ചു, അല്ല, ഈ അയൻ ഗോപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ പറഞ്ഞു, അത് യശോദാമ്മയുടെ സഹോദരനാണ്. അതിനു വേണ്ടി സഹോദരി കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാണ്.
അപ്പൊ ചോദിച്ചു അപ്പൊ അമ്മ എന്താ പറഞ്ഞു? അപ്പൊ ഡായ്മ പറഞ്ഞു അതിനു മുമ്പ് എന്റെ കന്യയോട് പറയാൻ ഒരു വലിയ രഹസ്യമുണ്ട്, ഞാൻ വിട്ടുപോയി. അപ്പൊ രാധാദേവി ചോദിച്ചു എന്താ രഹസ്യം, എന്താ ഡായ്മ രഹസ്യം? അപ്പൊ ഡായ്മ പറഞ്ഞു പറയത്തില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു അയ്യോ പറയാതിരിക്കരുത്, എന്റെ ഡായ്മ പറ, അങ്ങനെ പറയാതിരുന്ന രാധ പിണങ്ങുമല്ലോ. അപ്പൊ പറഞ്ഞു എന്റെ കണ്ണൻ നേരത്തെ പോലെ ഡായ്മയ്ക്ക് ഉമ്മതാ. അപ്പൊ രാധാറാണി ചോദിച്ചു എവിടെ ഉമ്മ വേണം? ഡായ്മയുടെ വലത്തെ കവിളിത്താ. അപ്പൊ രാധാറാണി ഡായ്മയുടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് ഡായ്മയുടെ വലത്തെ കവിളില് ഉമ്മ കൊടുത്തു. അപ്പൊ പറഞ്ഞു ഇതേ ഒരു ഉമ്മ കൊണ്ട് തീരത്തില്ല, ഇനിയും വേണം ഒരു ഉമ്മ. അപ്പൊ ചോദിച്ചു അതെന്തിന്? അതേ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ രാധാറാണി പറഞ്ഞു എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം? അത് പറയാം. ഡായ്മയുടെ ഇടത് കവിളിൽ ഉമ്മതാ. അപ്പൊ രാധാറാണി ഡായ്മയുടെ ഇടത് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പൊ ഡായ്മ രാധാറാണിയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു വലിയ ജ്യോതിഷ പണ്ഡിതൻ വന്നിരുന്നു. അപ്പൊ പറഞ്ഞു എന്നിട്ട് ആ ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു നോക്കൂ ഋഷഭാനു, നോക്കൂ കീർത്തി, നിങ്ങളുടെ മകൾ സാധാരണക്കാരിയല്ല, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെയും പാർവതീ ദേവിയുടെയും ഗുണങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു. അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു. ഇത് ദിവ്യ ലോകത്ത് നിന്ന് വന്നതാണ്. ഈ കുട്ടിയെ കാണാൻ ദിവ്യ ലോകത്തുള്ളവർ ഇവിടെ എത്തിച്ചേരും. ഈ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദിവ്യ ലോകത്തുള്ളവര് എന്റെ കന്നി ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് കന്യയുടെ പാദം നമസ്കരിച്ചിട്ട് പോകും. അപ്പൊ രാധാറാണി പറഞ്ഞു അതെന്തിനാ എന്റെ പാദം നമസ്കരിക്കുന്നത്? അപ്പൊ പറഞ്ഞു എന്റെ കന്നി കുഞ്ഞാണെങ്കിലും ഏതോ ദിവ്യ ലോകത്തു നിന്ന് വന്ന ദൈവമാണ്, റാണിയാണ്. അപ്പൊ രാധാറാണി കുണിഞ്ഞു ചിരിച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട്, പറടായ്മ. അപ്പൊ പറഞ്ഞു അവര് പറഞ്ഞു നോക്കൂ, നിന്നെ വിവാഹം കഴിക്കുന്നത് സാധാരണ മനുഷ്യനായിരിക്കില്ല. മനുഷ്യനായി പിറന്ന ആരും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു പിന്നെയോ? നിന്നെ കല്യാണം കഴിക്കുന്നത് ഒരു ദിവ്യ പുരുഷനായിരിക്കും. എന്നിട്ടേ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു. അപ്പൊ രാധാറാണി ചോദിച്ചു എന്താണ് ആ കാര്യമെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല, ഒരു പക്ഷേ ആ ദിവ്യ പുരുഷൻ നിന്നെ വിവാഹം കഴിച്ചെന്ന് വരില്ല. പകരം രാധേ നിന്നെ അങ്ങ് പ്രണയിക്കും. പ്രണയിച്ചു പ്രണയിച്ചു പ്രണയിച്ച് പ്രണയത്തിന്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും. നീ ആകട്ടെ അവന് വേണ്ടി ജീവിതാവസാനം വരെ വിവാഹം ചെയ്യാതിരിക്കും. അതിൻ്റെ പേരിൽ തന്നെ, അവന്റെ കാമുകി എന്ന പേരിൽ തന്നെ നീ ലോകം മുഴുവനും ആരാധിക്കപ്പെടുന്ന ദേവതയായി മാറുമെന്ന് കീർത്തിമാതാവിനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നിട്ട് അത് കീർത്തിമാതാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കീർത്തിമാതാവ് ജ്യോതിഷിയുടെ അടുത്ത് പറഞ്ഞു ഇനി ഒന്നും പറയണ്ട. ജ്യോതിഷി പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ ജാതകമായി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ അമ്മ ആ പേജ് മറിച്ചു നോക്കി. എന്നിട്ട് ജ്യോതിഷിയുടെ അടുത്ത് പറഞ്ഞു ഈ കാര്യം ആരോടും പറയരുത്. എന്നിട്ട് നിന്റെ ജാതകം എഴുതിയ ആ പേപ്പർ കീറിയെടുത്ത് നിലവറയ്ക്കുള്ളിലേക്ക് എറിഞ്ഞു. ഇതാരും കാണരുതെന്ന് പറഞ്ഞ്. ഇതൊരു പരമ രഹസ്യമാണ്, കന്യ അറിയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ. അപ്പൊ ചോദിച്ചു എന്താ എന്താ കീർത്തിമായിക്ക് എന്നെ ആ ദിവ്യ പുരുഷൻ കെട്ടുന്നതിൽ ഇത്ര ദേഷ്യം? അപ്പൊ പറഞ്ഞു കെട്ടുന്നതിലല്ല ദേഷ്യം, അയാള് എന്റെ കന്യയെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ? ആ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടമായി പോയി കീർത്തിമാതായ്ക്ക്. എന്ന് മാത്രവുമല്ല, എന്റെ കന്യ അവിവാഹിതയായി ജീവിതകാലം മൊത്തം കഴിയുന്നത്
കീർത്തിമാതാവിന് എങ്ങനെ സഹിക്കാൻ പറ്റും? അങ്ങനെ കീർത്തിമാതാ വിഷമിച്ചിരിക്കുമ്പോഴാ യശോദാമ്മ വിവാഹാലോചനയുമായി വരുന്നത്. അപ്പോൾ യശോദാമ്മ വിവാഹാലോചനയുമായി വന്നു. അപ്പൊ യശോദാമ്മ പറഞ്ഞു, എൻ്റെ സഹോദരനായ അയൻ ഗോപനെ കൊണ്ട് രാധയെ വിവാഹം കഴിപ്പിക്കണം, സമ്മതമാണോ? അപ്പൊ എന്തു പറ്റി? ഒരു മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ ദിവ്യ പുരുഷൻ വന്ന് നിന്നെ സ്വന്തമാക്കുന്ന യോഗമുണ്ടല്ലോ, അതില്ലാതാക്കാൻ കീർത്തിമാത തീരുമാനിച്ചു. നിന്നെ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ പിന്നെ ആ ദിവ്യ പുരുഷന് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ നീ ജീവിതകാലം മൊത്തം അവിവാഹിതയായി ഇരിക്കില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഈ യശോദാമ്മ പറഞ്ഞത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോ പറഞ്ഞു, യശോദാമ്മ പറഞ്ഞു, ദേ നോക്ക്, എനിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല, ഇതിൽ പരം ഒരു ആനന്ദമില്ല. എൻ്റെ രാധയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണിത്. ഇതിൽ പരം ഒരു ഭാഗ്യം എൻ്റെ രാധയ്ക്ക് എന്ത് കിട്ടാനാണ്? പക്ഷേ യശോദാമ്മേ, ഞാൻ യാചിക്കുകയാണ്. ദേ നോക്കൂ, അവളിപ്പോ കുട്ടിത്തം മാറിയിട്ടില്ലാത്ത ഒരു കുട്ടിയല്ലേ, അവൾ കൊച്ചു കുട്ടിയല്ലേ. ഈ പ്രായത്തിൽ അവൾ എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? നോക്കൂ, അവള് വയസ്സറിയിക്കുന്ന നിമിഷം, ആ നിമിഷം ഞാൻ ഈ രാധയെ അയൻ ഗോപനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചിരിക്കും. ഇപ്പം അവള് കുഞ്ഞാണ്, അവള് വളരട്ടെ. അവൾ എന്നാണോ വയസ്സറിയിക്കുന്നത്, ആ വയസ്സറിയിക്കുന്ന നിമിഷം, അതായത് മെച്വേർഡ് ആകുന്ന ആ ദിവസം, അന്ന് നമുക്ക് വിവാഹ നിശ്ചയം നടത്താം. തൊട്ടടുത്ത ദിവസം തന്നെ ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് വിവാഹവും നടത്താം എന്ന് യശോദാമ്മയോട് പറഞ്ഞു. അപ്പൊ കന്യക ചോദിച്ചു, യശോദാമ്മ എന്തു പറഞ്ഞു? യശോദാമ്മയ്ക്ക് വലിയ സന്തോഷമായി. യശോദാമ്മ പറഞ്ഞു, അങ്ങനെ മതി, അങ്ങനെ മതി, നമ്മുടെ കുട്ടി വയസ്സറിയിച്ചതിന് ശേഷം മതി നമുക്ക് വിവാഹം. പക്ഷേ നമ്മളിപ്പോ വാക്കുകൾ കൊണ്ട് പറഞ്ഞുറപ്പിച്ചിരിക്കുന്നു. അപ്പൊ യശോദാമ്മ പറഞ്ഞു, അയൻ രാധാറാണിക്കുള്ളതാണ്. അപ്പൊ കീർത്തി മാതാ പറഞ്ഞു, രാധാറാണി അയനുള്ളതാണ്. അപ്പൊ രാധാറാണി പിന്നെ ഡായ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഡായ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയാള് കറുമ്പനാണാ? അപ്പൊ ഡായ്മ ചോദിച്ചു, ആര്? അതേ, ഈ അയൻ എന്ന് പറഞ്ഞില്ലേ ഡായ്മ, ആ അയൻ കറുമ്പനാണാ? ഡായ്മ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല മോളെ. എന്താ മോളെ? ഡായ്മ, എന്നെ എപ്പോഴും ഒരു കറുമ്പൻ ഇങ്ങനെ പിന്തുടരുന്നു ഡായ്മ. അവൻ എന്നോടൊത്ത് വന്നിരുന്ന് കളിക്കാറുണ്ട്, അവൻ എന്നോടൊത്ത് ചിരിക്കാറുണ്ട്, അവൻ എന്നോടൊത്ത് പാട്ട് പാടാറുണ്ട്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ എനിക്ക് വന്ന് പാട്ട് പാടി തരും. ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ ഞങ്ങൾ നൃത്തം വെക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഡായ്മ, അവൻ അവന്റെ മുഖം കാണിക്കുന്നില്ല. അതെന്താ ഡായ്മ അവൻ മുഖം കാണിക്കാത്തത്? എനിക്ക് അവന്റെ മുഖം കാണണം ഡായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, നോക്കൂ, മോളേതോ കിനാവ് കണ്ടതാ. എന്റെ മോളെ കല്യാണം കഴിക്കുന്നത് കറുമ്പനാ. നല്ല കാര്യമായി പോയി. എന്റെ രാധക്കുട്ടി സുന്ദരിയല്ലേ? അപ്പൊ രാധാറാണി ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കറുമ്പം മതി, എനിക്ക് കറുമ്പം മതി, എനിക്ക് ആ കറുമ്പനം മതി ഡായ്മ, എനിക്ക് ആ കറുമ്പന മതി. രാധാറാണി ചിടുങ്ങി കരയാൻ തുടങ്ങി. അപ്പൊ ഡായ്മ പറഞ്ഞു, എന്നാൽ ആ കറുമ്പനെ തന്നെ തരാല്ലോ, ഡായ്മ പോയി കണ്ടുപിടിച്ചുകൊണ്ട് തരാല്ലോ, എന്റെ കന്നി കരയല്ലേ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഡായ്മ, ആ കറുമ്പനില്ലേ, ആ കറുമ്പന് എന്നെ വിളിക്കുന്നത് കൻഹി എന്നാണ്. അപ്പൊ ഡായ്മ ഒന്ന് അമ്പരന്നു. മോളെന്തായി പറയുന്നത്? ഡായ്മയാണല്ലോ മോളെ ആദ്യം കൻഹി എന്ന് വിളിച്ചത്. അല്ല ഡായ്മ, ഡായ്മ വിളിക്കുന്നതിന് മുമ്പേ ഡായ്മ അവൻ എൻ്റെ കൂടെ സ്വപ്നത്തിൽ വരും,
എന്നിട്ട് എന്നെ കൻഹി കൻഹിന്ന് വിളിക്കും. അവൻ്റെ അടുത്തിരിക്കുമ്പോ എനിക്ക് എന്തൊരു സന്തോഷമാണ്ടായ്മ. ഞാനേ പൂന്തോട്ടത്തിൽ പോയിരിക്കുമ്പോ കറുമ്പനെ ഒന്ന് ചിന്തിക്കും, അപ്പൊ അവ എൻ്റെ അടുത്ത് വരും. പക്ഷെ എനിക്ക് മുഖം കിട്ടുന്നില്ല ഡായ്മ. അപ്പൊ ഡായ്മ പറഞ്ഞു, എൻ്റെ മോളെ ഓരോ കുസൃതികള്. എൻ്റെ മോളെ കെട്ടുന്നത് കറുമ്പനൊന്നും അല്ല, നല്ല സുന്ദരനായിരിക്കും. രാധാറാണി ഡായ്മയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി തന്റെ അമ്മയായ കീർത്തിമാതാവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കീർത്തിമാതായെ കെട്ടിപ്പിടിച്ചപ്പോ കീർത്തിമാതാവ് പറഞ്ഞു, അമ്മയുടെ രാധക്കുട്ടി, അമ്മയുടെ പൊന്നുമോളെ. എന്നാ മോള് ഓടി വന്നത്? രാധാറാണി കീർത്തിമാതാവിന്റെ മാറിലേക്ക് മുഖം ചേർത്തു. എന്നിട്ട് കീർത്തിമാതായുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, മാ അയാള് കറുമ്പനാണാമാ? കീർത്തിമാതാ അന്തം വിട്ടു. ആര് രാധേ? അയാള് കറുമ്പനാണാമ്മ? പറയൂമ്മ, അയാള് കറുമ്പനാണോ? രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.